കൗതുകകരമായ ഒരു കാര്യം സംഭവിച്ചത് കെ.പി.സി.സി മുൻ ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ് അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുത്തതാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സണ്ണി ജോസഫിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് കെ സുധാകരനെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതല്ല. കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു കടുത്ത അനുയായി കഴിഞ്ഞ ദിവസം ഈ കത്തും കുത്തും ആ, എന്നുള്ള കാര്യത്തിൽ രാജി പ്രഖ്യാപിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ കെ.പി.സി.സി മുൻ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് സണ്ണി ജോസഫിനെതിരെ കെ സുധാകരനെതിരായ ഒരു നീക്കത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ ആ, എന്താണ് ഈ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല വയനാട് സ്ഥലം വാങ്ങിയതിലെ പണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യും. കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആരോപണമാണിത്. ഇനി എനിക്ക് ജേണലിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയേണ്ടതും നിരാശാജനകവുമായ ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എന്നതുപോലെ സമാനമായി വ്യാപകമായ അക്രമ സംഭവങ്ങൾ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മയിൽ ടൗണിലെ കോൺഗ്രസ് ഓഫീസായ ഗാന്ധി ഭവൻ അടിച്ചു തകർത്തു. കുഞ്ഞികൃഷ്ണന്റെ പരസ്യം എഴുതിയ മതിൽ തകർത്തു കളഞ്ഞു. വോട്ടെടുപ്പിന്റെ തലേദിവസം ധർമ്മടം മണ്ഡലത്തിലെ മയിലുള്ളി മെട്ടയിൽ കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ചു. തലക്കടിയേറ്റ് ചികിത്സയിലാണ്. കണ്ണൂരിലെ മയിലെ CPM പ്രവർത്തകന് കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായി. ലോക്കൽ സെക്രട്ടറിയുടെ സഹോദരനാണ്. തദ്ദേശത്തിന്റെ ഫലം വന്നപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വീട്ടിൽ കയറി തല്ലിയതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് പാനൂരിലുണ്ടായി, ന്യൂനമ്പറമ്പിലുണ്ടായി, മലപ്പട്ടത്തുണ്ടായി. കാറും ബൈക്കും ഒക്കെ വെട്ടിപ്പൊളിച്ച് കളയുന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായത് എന്ന് നോക്കും. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അക്രമ സംഭവങ്ങൾ അരങ്ങേറാൻ കണ്ണൂരിൽ നിലവിലത്തെ ആഭ്യന്തരമന്ത്രിയുടെ ജില്ലയാണ്. അവിടെ ആ നിലയ്ക്ക് ഉള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നതിൽ എനിക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. മറ്റൊന്ന്, ഉരുത്തിരിയുന്നതും വലിയ ചർച്ചകൾ ഉണ്ടാകുന്നതും. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞതാണ് കൃത്യമായ വാക്പ്രയോഗം. പറയിപ്പിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രി ചർച്ചകളും കോൺഗ്രസിൽ ഉണ്ടാകുന്നുണ്ട്. അതും വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കുന്നത്. അതിനൊപ്പം PC ജോർജും ദീപികയും പിതാക്കന്മാരുമായുള്ള വടംവലിയും വരും ദിവസങ്ങളിൽ ചർച്ചയാകുന്ന വിഷയങ്ങളാണ്.